ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസം മുന്നേ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഡെലിവറി വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേവാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻ്റായിട്ട് ചോദിച്ചു, പേവാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ, പൈസ എത്രയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇതിൽ എങ്ങനെയാണ് ആർക്കൊക്കെ പേവാർഡ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിന് വല്ല പ്രൊസീജിയേഴ്സ് ഉണ്ടോ, അവിടെ പേയ്മെൻറ്റ് എത്രയാണ് വരുന്നത്, എങ്ങനെയാണ് പേവാർഡിൻ്റെ ആ ഒരു ഫുൾ സ്ട്രക്ചറും പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ആവശ്യമുള്ളവർക്ക് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, പേവാർഡ് എല്ലാവർക്കും എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പേവാർഡ് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പേവാർഡൊക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ കൂടെ ഇവിടെ നമുക്ക് പേവാർഡ് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന സംവിധാനം ഇല്ല. അന്നേരം അതായത് നമുക്ക് BP ഒക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടറോട് പറഞ്ഞിട്ട് പേവാർഡ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് പേവാർഡ് സജസ്റ്റ് ചെയ്യിപ്പിക്കാം. അതല്ല നമ്മൾ BP നമുക്ക് കൂടുതലാണെങ്കിൽ അവർ തീരെ പേവാർഡ് സജസ്റ്റ് ചെയ്ത് തരില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഒബ്സർവേഷൻ വേണം. BP കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സ് ഒബ്സർവേഷൻ കിട്ടുന്ന ഒരു സ്ഥലം, അതായത് വാർഡ് തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുക. ഒരിക്കലും പേവാർഡ് തരില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, എങ്ങനെ പേവാർഡ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേവാർഡിൻ്റെ ഫോം പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുക. അത് നേരത്തെ പൂരിപ്പിച്ചിട്ട് നമുക്ക് ഓൾറെഡി ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവുമല്ലോ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ട്. അതിനോട് മുന്നത്തെ OPയിൽ നമ്മൾ കാണിക്കാൻ പോകുമ്പോൾ അവരുടെ സൈന് വാങ്ങുക, ഡോക്ടറുടെ സൈന് വാങ്ങുക. ഇത് വാങ്ങി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേദന വന്നിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു, ഡേറ്റ് തന്നിട്ട് അതിന് മുന്നേ നമുക്ക് വേദന വന്നിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പം അവരുടെ OP ആയിരിക്കില്ല. അപ്പോൾ ഡോക്ടറിന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ഈ സൈൻ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നേരത്തെ ഒപ്പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം അത് ഒപ്പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം, അതായത് 3 മണിയൊക്കെ ആകുമ്പോൾ മാത്രമേ പേവാർഡ് അടുത്ത ആൾക്ക് കൊടുക്കുള്ളൂ. ഇപ്പോൾ റൂം ഒഴിയുന്ന സമയമാണ് ഒരു 2 മണി 3 മണി ആ റേഞ്ച്. അപ്പോൾ 3 മണി ആകുമ്പോഴാണ് നമുക്ക് കീ കിട്ടുക. നമ്മൾ ഈ ഫോം എടുത്തിട്ട് പേവാർഡ് ഓഫീസിൽ ചെല്ലുക. അവിടെ 1600 രൂപ അടയ്ക്കണം. അത് നമ്മൾ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് പോലെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസമോ 2 ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ ബാക്കി പൈസ നമുക്ക് തിരിച്ചിട്ടും പെർ ഡേ 550 വരുന്നത്. അപ്പം 2 ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ അതൊന്ന് മൈനസ് ചെയ്ത് ബാക്കി നമുക്ക് തിരിച്ചു തരും. ഇല്ല നമ്മൾ ഒരു 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എത്രയാണോ പൈസ കൂടുതൽ വരുന്നത് വെച്ചാൽ അത് അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് സീലൊക്കെ അടിച്ച് തന്ന പേപ്പർ നേരെ നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, അവിടെ തന്നെ പേവാർഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നോക്കാനുള്ള കാര്യങ്ങൾ, അവിടെ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല പേവാർഡിൽ. അതായത് നമ്മൾ ഈ ഡെലിവറിക്ക് മുന്നേ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ പോയി പറയാം. അവരാണ് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് നമ്മളെ ആ വാർഡിലേക്കൊക്കെ കൊണ്ടുപോവുക. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സ് നമ്മുടെ റൂമിലേക്ക് വരും, നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ റൂമൊക്കെ നല്ല റൂമാണ്. പേവാർഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരു കട്ടിലും ഒരു ബെഡും ഉണ്ടാവും, പിന്നെ ഒരു പലകക്കട്ടിലുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഒരു കിടക്ക അതിൻ്റെ മുകളിലിട്ട് കിടക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമുക്ക് 2 3 4 ആൾക്ക് വേണമെങ്കിൽ നിൽക്കാൻ പറ്റും. രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് ഹസ്ബൻഡും നിൽക്കാം കേട്ടോ, അവിടെ ഹസ്ബൻഡും നിൽക്കാം. പക്ഷെ രാവിലെ ആവുന്ന സമയത്ത് 7 മണി ടു ഒരു 11 മണി അവിടെ ആണുങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അതായത് ആ സമയത്താണ് ഡോക്ടർ കൺസൾട്ടേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഡെലിവറി കഴിഞ്ഞവരെ നോക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ആണുങ്ങൾ പാടില്ല. ഡോക്ടേഴ്സ് നമുക്ക് കൺസൾട്ടേഷൻ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് വാർഡിലേക്ക് പോകണം കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ വാർഡിലെത്തണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇതിന് വരുന്നത്. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തണം. ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന 7 മണിക്ക് ജൂനിയർ ഡോക്ടേഴ്സ് നോക്കും, 7 7:30 ആകുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഒരു 9 മണിനുള്ളിൽ സീനിയർ ഡോക്ടേഴ്സ് വന്ന് നോക്കും. പിന്നെ നമ്മുടെ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കും, നമ്മുടെ BP നോർമലാണോ നോക്കും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പേവാർഡിലേക്ക് തന്നെ വരാം. അപ്പം ഇങ്ങനെ വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 11:30 12:30 ആ ഒരു ടൈം റേഞ്ചാണ്. അപ്പോൾ നമുക്ക് റൂമിൽ വന്നിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാം. മരുന്ന് പേവാർഡിലാണെങ്കിൽ നമുക്ക് മരുന്ന് അവിടെ നിന്ന് കിട്ടും. ഒന്നെങ്കിൽ പേവാർഡിൽ തന്നെ തരും, ഇല്ല നമുക്ക് വാർഡിൽ നിന്ന് തരും. നമ്മുടെ ഹോട്ട് വാട്ടർ കിട്ടാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ നമുക്ക് കുളിക്കണമെങ്കിലൊക്കെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ കെറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പുറമേ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടാക്കാൻ പറ്റില്ല, പവർ പെട്ടെന്ന് കട്ടായി പോകും. അപ്പോൾ നമ്മൾ പുറത്ത് കുറച്ചും കൂടി പവേർഡ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നത്. അങ്ങനെ ഇനി സംവിധാനം വരുന്നൊക്കെ പറയുന്നുണ്ട്, എത്രത്തോളം പെട്ടെന്ന് വരുന്ന അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. നമുക്കൊരു ഹോസ്പിറ്റലിൽ എല്ലാവരെയും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അയ്യോ എന്തോ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഇങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് അങ്ങനെയില്ല, നമ്മൾ കൂളായിട്ടിരിക്കും.
ബാത്റൂം മെയിനായിട്ട് എനിക്ക് ബാത്റൂം ആയിരുന്നു. വാർഡിലൊക്കെ ആണെങ്കിൽ ബാത്റൂമിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ആകെ 2-3 ബാത്റൂം യൂറോപ്യൻ ഉണ്ടാവുള്ളൂ. ഫ്രഷ് ഉള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. അപ്പം നമുക്കിവിടെ ആകുമ്പോൾ നമുക്ക് ബാത്റൂം അങ്ങനെ വൃത്തിയുള്ളത് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വാർഡിലൊക്കെ ആകുമ്പോൾ ആർക്കെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനുള്ള സമയത്ത് അങ്ങനെയായിരുന്നു. അവിടെ ആർക്കോ ഒരാൾക്ക് കൂടെ വന്ന ബൈസ്റ്റാൻഡർക്ക് പനിയായിട്ട് കുറച്ച് ആൾക്കാർക്ക് സ്പ്രെഡായി. അങ്ങനെ സ്പ്രെഡായിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാനൊക്കെ വാർഡിൽ നിന്നാൽ എനിക്ക് സൈഡിൽ കൂടി പോയാൽ എനിക്ക് പനി പിടിക്കും. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോയേനെ. ചുമയൊക്കെ വന്നാൽ സിസേറിയൻ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പേ വാർഡ് എടുത്തതുകൊണ്ടാണ് അതിൽ നിന്ന് എനിക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ പനിയും ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കെയർ നമ്മൾ തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ പേ വാർഡിലാണെന്ന് വെച്ചിട്ട് നമ്മൾ വാർഡിലേക്ക് പോകുമ്പോൾ നമ്മൾ മാസ്ക് എന്തായാലും ധരിച്ചിരിക്കണം. മാസ്ക് ഇല്ലാണ്ട് വാർഡിലേക്ക് പോവുകയേ ചെയ്യരുത്. പിന്നെ നമ്മൾ പേ വാർഡ് എടുത്തതിനൊന്നൊരു കാര്യം ഉണ്ടാവില്ല. 1 മണി വരെ നമ്മൾ വൈറ്റ് ഡ്രസ്സിലായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പേ വാർഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി കളറായിട്ട് നമുക്ക് ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സൊക്കെ എടുത്തിടാം. പക്ഷേ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേ വാർഡിൽ നിൽക്കുകയാണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഒരു വൈറ്റ് ഡ്രസ്സിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് സിസേറിയനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നോർമൽ ആണെങ്കിൽ പ്രശ്നമില്ല, സിസേറിയൻ ആണെങ്കിൽ നമ്മൾ ആ വൈറ്റിൽ തന്നെ വേണം നിൽക്കാൻ. അപ്പം ഈ വീഡിയോയിൽ അത്യാവശ്യം പേ വാർഡിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു ഓൾ.